ഇന്നലെ കൊല്ലത്ത് കരിക്കോട് വഴി റിപ്പോർട്ടർ TV സംഘം കടന്നുപോയപ്പോൾ ഒരു 4 വയസ്സുകാരിക്ക് ഞങ്ങളുടെ ഒരു പരാതി പറയാനുണ്ട് എന്ന് പറഞ്ഞു. LKG വിദ്യാർത്ഥിനി ശ്രാവണിയുടെ പരാതി കേട്ടപ്പോൾ അത് ന്യായമാണെന്ന് ഞങ്ങൾക്ക് തോന്നി. വേറൊന്നുമല്ല, ശ്രാവണി സ്കൂളിൽ പോകുമ്പോൾ തെരുവ് നായ നോക്കി പീഡിപ്പിക്കുന്നു. ഒരു നായയല്ലേ? അങ്ങനെയല്ല, കുറേ നായ്ക്കളുണ്ട്. അവർ പരസ്പരം കടികൂടുകയും ചെയ്യും. ഇത് കാണുമ്പോൾ ഈ വഴിക്ക് സ്കൂളിൽ പോകാൻ പേടിയാണെന്നാണ് ഈ മകൾ പറയുന്നത്. പോലീസ് വന്ന് നായെ പിടിക്കണമെന്നാണ് ഈ കൊച്ചുമകളുടെ ആവശ്യം. ഈ പരാതിയാണ് ശ്രാവണി മോൾക്ക് റിപ്പോർട്ടർ TVയിലൂടെ അറിയിക്കേണ്ടത്. കേട്ടുവരാം. ഞങ്ങൾ കൊല്ലം കരിക്കോട് വഴി യാത്ര ചെയ്യുമ്പോൾ എനിക്കൊരു പരാതിയുണ്ട് എന്ന് പറഞ്ഞ് ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ കാറിന്റെ മുന്നിൽ വന്ന അമ്മയും മകളും കൈ നീട്ടിയതാണ്. ഈ മകൾക്കൊരു പരാതിയുണ്ട്. എന്താ പേര്? ശ്രാവണിക്ക് ഒരു പരാതി ഉണ്ട്. എന്താ ശ്രാവണിയുടെ പരാതി? എന്താ? തെരുവനായ റോഡിക്കിടക്ക് സച്ചു ഞാൻ ചേട്ടൻ വരുന്ന വഴിയിൽ ചേട്ടൻ അടി കൂടും. ശ്രാവണിയെ കടിക്കാൻ ഓടിച്ചിട്ടുണ്ടോ? പക്ഷെ നോക്കും കടിക്കാൻ ഓടിച്ചിട്ടില്ല. ശ്രാവണിനെ കടിക്കാൻ ഓടിച്ചിട്ടില്ല, പക്ഷെ നോക്കി നിൽക്കും. അപ്പൊ ശ്രാവണിക്ക് പേടിയാവും അല്ലേ? ശ്രാവണി എത്രയിലാണ് പഠിക്കുന്നത്? LKG പഠിക്കുന്ന ശ്രാവണിക്ക് ഇതുവഴി കരിക്കോട് വഴി പോകുമ്പോൾ തെരുവുനായെ കാണുന്നുണ്ട്. അപ്പൊ ഈ തെരുവുനായ ശ്രാവണിയെ ഇങ്ങനെ നോക്കി നിൽക്കുന്നതാണ് ശ്രാവണിയുടെ ഒരു പേടി. അടി കൂടും അവിടെ. ഈ നായ്ക്കൾ തമ്മിൽ അടി കൂടും. അവർക്ക് കാണുമ്പോൾ ശ്രാവണിക്ക് പേടിയാവോ? ശ്രാവണിക്ക് എന്താ പറയുക? ഈ നായ്ക്കളെ എങ്ങനെ പിടിക്കാൻ ആരോടാ പറയേണ്ടത്? പിടിക്കാൻ പോലീസിനെ വിളിച്ചു വരണം. പോലീസ് വന്ന് നായനെ പിടിക്കണം അല്ലേ? ശ്രാവണിയുടെ വിചാരത്തിൽ പോലീസ് പിടിക്കണം എന്നാണ്. എന്തായാലും നമ്മൾ ഇവിടുത്തെ പഞ്ചായത്തുകാരോടും പറയുന്നു, ശ്രാവണിയെ പോലുള്ള കുട്ടികൾ സ്കൂളിലൊക്കെ LKG സ്കൂളിലൊക്കെ പോകുന്നതാണ്. അവരുടെ സംരക്ഷണം നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ട് ഇത്തരം കുട്ടികളുടെ ആശങ്ക നമുക്ക് അകറ്റേണ്ടതുണ്ട്. വീഡിയോ ജേർണലിസ്റ്റ് S. അബൂ താഹിറിനൊപ്പം റിപ്പോർട്ടർ ദിലീപ് ദേവസ്യ, ഇൻ റിപ്പോർട്ടർ, കൊല്ലം. മിടുക്കല്ലേ ശ്രാവണി? LKG പഠിക്കുന്ന കുട്ടിയാ. ആ കുട്ടി തന്നെ ഇത് പറയണമെന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. കുഞ്ഞുങ്ങൾക്ക് പേടിയുണ്ടാവില്ലേ? നമ്മൾ കാണുന്ന കാഴ്ചയല്ലേ ഈ നായ വന്ന് കടിക്കുന്നതും പിന്നീട് ആ നായ്ക്ക് പേവിഷബാധ ഉണ്ടാവുന്നതുമെല്ലാം. അപ്പോൾ തീർച്ചയായിട്ടും പഞ്ചായത്ത് അധികൃതർ പ്രത്യേകം ശ്രദ്ധിക്കുക. ശ്രാവണിയുടെ ആവശ്യം പഞ്ചായത്ത് അധികൃതർ പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ. ശ്രാവണിയുടെ വീടിന്റെ പരിസരത്ത് വാർഡ് മെമ്പറുടെയും പ്രത്യേക ശ്രദ്ധയ്ക്ക് നമ്മളത് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശ്രാവണി പറഞ്ഞ പരാതി ഞങ്ങൾ തന്നെ നേരിട്ട് പരിശോധിക്കാൻ പോവുകയാണ്. അപ്പോൾ പെട്ടെന്ന് പഞ്ചായത്ത് അധികൃതർ അതൊക്കെ ഒന്ന് ഏർപ്പാടാക്കിയാൽ നന്നായിരിക്കും.